നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹങ്ങളുടെ കാരകത്വം ഒരുപാട് വിശദീകരിക്കാനുണ്ടെങ്കിലും സാമാന്യമായ രീതിയിൽ നമ്മൾ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കണം. അതിന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന നിയമങ്ങളാണ്. പ്രാണ പിതൃകാരകോ സൂര്യ, പ്രാണൻ്റെയും പിതാവിൻ്റെയും കാരകനാണ് സൂര്യൻ. ദേഹ മാതൃകാരകോ ചന്ദ്ര, ശരീരത്തിൻ്റെയും മാതാവിൻ്റെയും കാരകനാണ് ചന്ദ്രൻ. ഭ്രാതൃ ഭൂമികാരകോ കുജ, സഹോദരന്മാരുടെയും ഭൂമിയുടെയും കാരകത്വം കുജനാണ്, ചൊവ്വായ്ക്കാണ്. ബുദ്ധി വിദ്യകാരകോ ബുധ, ബുദ്ധിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാരകനാണ് ബുധൻ. ധന സന്താനകാരകോ ഗുരു, ധനത്തിൻ്റെയും സന്താനങ്ങളുടെയും കാരകനാണ് ഗുരു. കളത്രകാരകോ ശുക്ര, കളത്രം എന്നാൽ നമ്മുടെ വിവാഹ ജീവിതങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, അതിൻ്റെ കാരകനാണ് ശുക്രൻ. ഭൃത്യുകാരകോ ശനി, ജോലിക്കാരനാണ് ശനി, തൊഴിലിൻ്റെ കാരകനാണ് ശനി. പിതാമഹകാരകോ രാഹു, പിതാമഹൻ എന്നാൽ നമ്മുടെ അച്ഛൻ്റെ വംശം, ഇതൊക്കെ നമ്മൾ രാഹുവിനെ കൊണ്ട് ചിന്തിക്കണം. മാതാമഹകാരകോ കേതു, അതായത് മാതാവിൻ്റെ അമ്മ, മാതാവിൻ്റെ മുത്തശ്ശൻ അല്ലെ മാതൃവംശം, ഇതൊക്കെ കേതുവിനെ കൊണ്ട് ചിന്തിക്കണം. മൃത്യുകാരകോ ഗുളിക, മരണത്തെ നിശ്ചയിക്കുന്നത് ഗുളികനെ കൊണ്ടാണ്. ഇത് സാമാന്യമായ രീതിയിലുള്ള ഗ്രഹങ്ങളുടെ നിയമങ്ങളാണ്. പ്രാണപിതൃകാരകോ സൂര്യ, ദേഹമാതൃകാരകോ ചന്ദ്ര, ഭ്രാതൃഭൂമികാരകോ കുജ, ബുദ്ധിവിദ്യകാരകോ ബുധ, ധനസന്താനകാരകോ ഗുരു, കളത്രകാരകോ ശുക്ര, ഭൃത്യുകാരകോ ശനി, പിതാമഹകാരകോ രാഹു, മാതാമഹകാരകോ കേതു, മൃത്യുകാരകോ ഗുളിക.